അരുണാചൽ പ്രദേശിൽ മലയാളികളുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. 3 പേരുടെയും ഇമെയിൽ ചാറ്റ് വിവരങ്ങൾ കണ്ടെത്തി. ഏതെങ്കിലും വിശ്വാസത്തിന്റെയോ വായിച്ച പുസ്തകത്തിന്റെയോ പ്രേരണയാകാം മരണത്തിന് കാരണമെന്നാണ് നിഗമനം. മറ്റാരുടെയെങ്കിലും പങ്കുണ്ടോ എന്നും പരിശോധിക്കും. നാട്ടിലെത്തിച്ച ദേവിയുടെയും ആര്യയുടെയും മൃതദേഹം സംസ്കരിച്ചു. നവീന്റെ സംസ്കാരം നാളെ നടക്കും. ആത്മഹത്യ ചെയ്ത 3 പേരുടെയും 2021 മുതലുള്ള ഇമെയിൽ ചാറ്റ് വിവരങ്ങളാണ് പോലീസ് ശേഖരിച്ചത്. എന്നാൽ ചാറ്റിന്റെ ഉള്ളടക്കം ഇപ്പോൾ പുറത്തു പറയാൻ കഴിയില്ലെന്ന് തിരുവനന്തപുരം DCP പറഞ്ഞു. ബ്ലാക്ക് മാജിക് ആണോ എന്നും ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഇത് ബ്ലാക്ക് മാജിക് ആണെന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഇതൊരു അവർ ഫോളോ ചെയ്തിരുന്ന ഏതെങ്കിലും ഒരു ബിലീഫ് സിസ്റ്റത്തിൻ്റെയോ അതല്ലെങ്കിൽ അവർ വായിച്ചിരുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ മോട്ടിവേറ്റഡ് ആയിട്ടോ ചെയ്ത ഒരു കാര്യമായിരിക്കാം എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലയളവിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അവർ വായിച്ചിരുന്ന അവർ നടത്തിയിരുന്ന കമ്മ്യൂണിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് കൃത്യമായ രീതിയിൽ ഡെസിഫർ ചെയ്താൽ മാത്രമേ ഡീകോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ പറയാൻ വേണ്ടി കഴിയുള്ളൂ. മൂവരുടെയും മൃതദേഹം ഇന്ന് നാട്ടിലെത്തിച്ചു. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ആര്യയുടെയും ദേവിയുടെയും മൃതദേഹം സംസ്കരിച്ചു. നവീനിന്റെ മൃതദേഹം നാളെ സംസ്കരിക്കും. 3 പേരും ബന്ധപ്പെട്ടിരുന്ന ആളുകളെ കണ്ടെത്തി പോലീസ് വിവരങ്ങൾ ശേഖരിക്കും. നവീനും ദേവിയും പോകുന്നതിന് ഒരാഴ്ച മുൻപ് തിരുവനന്തപുരത്ത് എത്തിയിരുന്നതായും വിവരമുണ്ട്. യാത്രയും മരണവും ആസൂത്രണം ചെയ്തത് നവീൻ തന്നെയാണോ എന്നും അന്വേഷണ സംഘം സംശയിക്കുന്നു. അതിനാൽ കൊലപാതക സാധ്യതയും അന്വേഷിക്കും. കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കും അന്വേഷണം നീളും. അരുണാചലിൽ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘവുമായി കേരള പോലീസ് കൂടിയാലോചന നടത്തിയാകും തുടർ നീക്കം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.